സീരിയൽ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് അവന്തിക. താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ്. തന്റെ മകനോട് പ്ലേ ഗ്രൗണ്ടിൽ വെച്ച് ഒരു പെൺകുട്ടിയിൽ നിന്നും മോശമായ പെരുമാറ്റം ഉണ്ടായതിനെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് അവന്തിക. പെരുമാറിയ പെൺകുട്ടിയോട് താൻ സ്വീകരിച്ച നിലപാട് വെളിപ്പെടുത്തുകയാണിപ്പോൾ താരം. 2 ദിവസം മുൻപായിരുന്നു അവന്തികയുടെ മകന്റെ ജന്മദിനം. ആ സമയത്ത് തങ്ങളുടെ കോളനിയിലെ പ്ലേ ഗ്രൗണ്ടിൽ വെച്ച് മകനോട് 10 വയസ്സുള്ള ഒരു പെൺകുട്ടി മോശമായി പെരുമാറിയെന്നും അത് അവന്തിക കൈകാര്യം ചെയ്തത് എങ്ങനെയെന്നുമാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിലൂടെ താരമത് വിവരിക്കുന്നത്. 2 ദിവസം മുൻപ് എന്റെ മകന് ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു അനുഭവമുണ്ടായി. പക്ഷേ ഭാഗ്യത്തിന് അവനത് മനസ്സിലായില്ല. അതിനാൽ അവനെ അത് ബാധിച്ചില്ല. ഞങ്ങളുടെ കോളനിയിൽ ഒരു 10 വയസ്സുകാരിയുണ്ട്. സ്ഥിരമായി അവൾ അവനോട് മോശമായി പെരുമാറുന്നത് ഞാൻ കാണാറുമുണ്ട്. പക്ഷെ ഞാനത് അവഗണിക്കുകയാണ് ചെയ്യാറ്. ആദ്യത്തെ സംഭവം ഉണ്ടാകുന്നത് അവൻ പ്ലേ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയപ്പോഴായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു, രുദ്രു, നമുക്ക് വേറെ കളിസ്ഥലത്തിലേക്ക് പോകാം, മമ്മയും നിങ്ങളോടൊപ്പം കളിക്കാം. അതവൻ സമ്മതിച്ചു. അവന്തിക പറയുന്നു. ഞാൻ അവിടെ പോകുകയാണെന്ന് അവർ അവരോട് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ മറുപടി നീ പോകുന്നത് നന്നായി എന്നായിരുന്നു. എന്നിട്ട് പൊട്ടിച്ചിരിച്ചു. അവന് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. അങ്ങനെ 2 ദിവസം മുൻപ് അവൻ പ്ലേ ഗ്രൗണ്ടിൽ പോകണമെന്ന് വാശി പിടിച്ചു. ഞാൻ സമ്മതിച്ചു. ഈ പെൺകുട്ടിയും അവിടെ ഉണ്ടായിരുന്നു. അവൻ അവളുടെ കൂടെ കളിക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ തുടരുതെന്ന് അവൾ വളരെ പൗരുഷമായി സംസാരിച്ചു. ഞാനത് കേട്ട് അവനെ നോക്കി. ആരെങ്കിലും മോശമായി പെരുമാറിയാൽ അത് കാര്യമാക്കേണ്ട എന്ന് പറയാൻ ഞാൻ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തവണ എനിക്ക് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. അതിനാൽ ഞാൻ ആ പെൺകുട്ടിയെയും എൻ്റെ മോനെയും വിളിച്ചു. അവളോട് അവനെ കുഞ്ഞനിയനായി കാണാനും അവനോട് അവളെ ചേച്ചിയായി കാണാനും പറഞ്ഞു. ഒരു നല്ല കാര്യം ചെയ്തുവെന്ന് ഞാൻ കരുതി. എന്നാൽ കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം അവളുടെ അമ്മ ദേഷ്യത്തോടെ വന്ന് എന്നോട് ആക്രോശിച്ചു. എന്റെ മകനെ ചൂണ്ടിക്കാണിച്ചു. അവനെ പെരുമാറാൻ പഠിപ്പിക്കാൻ എന്നോട് പറയുന്നു. ഞാൻ പറഞ്ഞു, അവൻ 5 വയസ്സുള്ള ആളാണ്. അവനൊരു നല്ല മുതിർന്നയാളെപ്പോലെ പെരുമാറുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനാവില്ല. അവൻ അവളുമായി കളിക്കുകയായിരുന്നു. അതിൽ എന്താണ് തെറ്റെന്ന് ഞാൻ ചോദിച്ചു. അവൾ അലറിക്കൊണ്ടേയിരുന്നു. നിങ്ങളുടെ മകനെ പഠിപ്പിക്കുക. അവൾ എന്തിനാണ് അലറുന്നതെന്ന് എന്റെ മകന് അറിയില്ലായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു, നമുക്ക് പോകാം. എന്നിട്ടും അവന്റെ നിഷ്കളങ്കത നോക്കൂ. അമ്മേ, എനിക്ക് അവരോടൊപ്പം കളിക്കണമെന്ന്. അതെന്നെ സങ്കടപ്പെടുത്തി. എന്താണ് സംഭവിച്ചതെന്ന് പോലും അവനറിയില്ല. ഞാൻ ഒരിക്കലും ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തില്ല. അവൾ കുട്ടിയാണ്. അവളുടെ പെരുമാറ്റത്തെ പിന്തുണയ്ക്കുന്ന മാതാപിതാക്കളെ ഞാൻ കുറ്റപ്പെടുത്തും. ഞാൻ ഒരിക്കലും ഒരു കുട്ടിക്കും നേരെ വിരൽ ചൂണ്ടുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യില്ല. അത് അവരുടെ ആത്മവിശ്വാസം തകർക്കുന്നു. ഞാൻ കേട്ടത് അവളുടെ അമ്മ ഒരു ടീച്ചറാണെന്നാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. ശരി, ടീച്ചർമാർ ഇങ്ങനെ പെരുമാറില്ല. ഒരു ശല്യക്കാരനാകരുത്. ദയവായി എല്ലാവരോടും നല്ലവരായിരിക്കുക.